ശ്രീ ചാത്തൻ കണ്ടാർക്കാവ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ പ്രകൃതി ഭംഗിയും വിശ്വാസങ്ങളും ചരിത്രങ്ങളും കാർഷിക വൃദ്ധിയും സാംസ്കാരിക പൈതൃകങ്ങളും ഒത്തുചേർന്ന വള്ളുവനാട്ടിലെ അനങ്ങൻമലയ്ക്ക് അഭിമുഖമായി ചേരിക്കുന്നിന് താഴെ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ശ്രീ ചാത്തൻ കണ്ടാർക്കാവ്. നമസ്കാരം. ശ്രീ ചാത്തൻ കണ്ടാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട്. ഇവിടുത്തെ പുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ചാത്തൻ കണ്ടാർക്കാവ്. ഐതിഹ്യപ്രകാരം പറയപ്പെടുന്നത് ഭഗവതിയെ ചാത്തൻ പുല്ലെരിയുമ്പോൾ കല്ലിൽ തട്ടി ചോര വരികയും അത് നാടുവാണിരുന്ന കാഞ്ഞൂർ മനയിലുള്ള നാടുവാഴികളെ അറിയിക്കുകയും അവർ ദേവപ്രശ്ന വിധി പ്രകാരം ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. ചാത്തൻ കണ്ടതിനാൽ ചാത്തൻ കണ്ട കാളികാവ് എന്ന പേര് അറിയപ്പെടുന്നു. ഇന്നും ചാത്തൻ കണ്ട കാളികാവ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ദദൃശുസ്തേ തതോ ദേവി മീഷദാസാം വ്യവസ്ഥിതാം സിംഹസ്യോപരി ശൈലേന്ദ്ര ശൃംഗേ മഹതി കാഞ്ചനെ തേ ദൃഷ്ട്വാ താം സമാദാതു മുദ്യമം ചക്രുരുദ്ധ്യത ആകൃഷ്ടചാഭാസി ധരാസ്തധാന്യേ തൽസമീപക തത കോപം ചകാരോച്ചൈരംബികാദാനരിൻ പ്രതി കോപേന ചാസ്യാവദനം മഷീവർണമഭൂത്തദാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാത്തൻ പുല്ലരിയുമ്പോൾ കല്ലിൽ തട്ടി ചോര വരികയും അത് നാടുവാണിരുന്ന കാഞ്ഞിയൂർ മനക്കാരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ദേവപ്രശ്ന വിധി പ്രകാരം അവിടെ ഭദ്രകാളിയുടെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞ് ഭഗവതിയെ കുടിയിരുത്തുകയും ആരാധിച്ചു പോരുകയും ചെയ്യുന്നു. താഴേക്കാവും മേലേക്കാവുമായി 2 ദേവിമാരുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. താഴേക്കാവിൽ ശാന്തസ്വരൂപിണിയായ ഭഗവതിയും മേലേക്കാവിൽ ഉഗ്രസ്വരൂപിണിയായ ഭഗവതിയും കുടികൊള്ളുന്നു. കേരളത്തിലെ മറ്റൊരു പ്രത്യേകത, താഴേക്കാവിന് നേരെ മുൻവശത്തായി മേലേക്കാവിലെ ഭഗവതിയെ തുല്യ പ്രാധാന്യത്തോടുകൂടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളൊരു അമ്പലം കൂടിയാണ് ചാത്തൻ കണ്ടാർക്കാവ്. ഏകദേശം 600 മുതൽ 800 വർഷക്കാലത്തോളം ക്ഷേത്രത്തിന് പഴക്കം കണക്കാക്കുന്നുണ്ട്. ഏകദേശം 2.5 ദേശങ്ങളുടെ അധിപതിയായി വാഴുന്ന ചാത്തൻ കണ്ടാർക്കാവിലമ്മയുടെ ഇപ്പോൾ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ പ്രാധാന്യം കാളവേലകളാണ്. വള്ളുവനാടിൻ്റെ തനി നാടൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എണക്കാളകൾ ഭഗവതിക്ക് സമർപ്പണം ചെയ്യുന്ന ചടങ്ങാണ് പ്രധാന ഉത്സവമായിട്ട് വരുന്നത്.
ചാത്തൻ കണ്ടതിനാൽ ചാത്തൻ കണ്ട കാളികാവ് എന്നറിയപ്പെടുകയും ചെയ്തു. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാലത്തെ സൃഷ്ടിക്കുന്നവളും കാലത്തെ സംഹരിക്കുന്നതും ആരോ, അതാണ് കാളി. കൊയ്ത്ത് ഉത്സവം കഴിഞ്ഞ്, കൊയ്ത്ത് ഉത്സവം എന്ന് തന്നെ പറയാം, കൊയ്ത്ത് കഴിഞ്ഞ് ഭക്തർക്ക് നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് ഭഗവതിക്ക് നെൽപ്പറയായി സമർപ്പിച്ച് കൊയ്ത്തിന് വേണ്ടി മണ്ണ് ഉഴുതുമറിക്കുന്ന കാളകളെ അത് കെട്ടിക്കൊണ്ടുവന്ന്, കാള വേഷം കെട്ടി കാള കെട്ടിക്കൊണ്ടുവന്ന് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ഉത്സവത്തിൻ്റെ പ്രാധാന്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വെടിക്കെട്ടും ഈടുവെടിക്കെട്ടുമായിട്ട് അതും ഉത്സവത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു. മീനമാസത്തിലെ മകൻ നാൾക്കാണ് പൂരത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്നത്. മകന്നാൾക്ക് കൊടിയേറി രാത്രി 12 മണിക്ക് മകന്നാൾക്ക് കൊടിയേറി 14-ാമത്തെ ദിവസം ഭഗവതിയുടെ കൂത്ത് താലപ്പൊലിയായിട്ട് ഗംഭീരമായി ആഘോഷിക്കുകയാണ്. കമ്പരാമായണം ബേസ് ചെയ്തിട്ടുള്ള രാമായണ കഥ കൂത്തുമാടത്തിൽ എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ കളരി കൂത്തായി നടന്നു വരുന്നു. കൂത്തിന് മുന്നേ പാട്ടും കളംപാട്ടും പാട്ട് താലപ്പൊലിയും എല്ലാ വർഷവും കഴിഞ്ഞ 5 വർഷങ്ങളായി നടന്നു വരികയാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളെല്ലാം, സാംസ്കാരിക പരിപാടികൾ, അന്നദാനം, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. മണ്ഡലമാസത്തിലെ വിശേഷാലായിട്ടുള്ള 41 ദിവസത്തെ ചുറ്റുവിളക്ക് ഭഗവതിക്ക് വിശേഷാലായി നടക്കുന്നുണ്ട്. രാമായണ മാസാചരണം, 1 മാസത്തോളം രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശേഷാൽ പരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ലക്ഷദീപ സമർപ്പണം, ഭഗവതിക്കുള്ള തിരുവോർത്ത് സമർപ്പണം. നമ്മുടെ പണ്ട് കാലത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഭഗവതിക്ക് നേരിട്ട് വെച്ച് നേദ്യം ചെയ്യുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. നമ്മളിവിടെ പറയുന്നത് തിരുവോർത്ത് സമർപ്പണം എന്നാണ് പറയുന്നത്. അത് നമ്മൾ തൃക്കാർത്തിക നാളിൽ ഇപ്പോൾ ഭഗവതിക്ക് ഭക്തർ നേരിട്ട് വെച്ച് നേദ്യം ചെയ്യുന്നൊരു ചടങ്ങും തിരുവോർത്ത് സമർപ്പണമായി നടന്നു വരുന്നു. മഹാകാലനെപ്പോലും സൃഷ്ടിക്കുന്നത് കാളിയാണ്. കേരളത്തിൽ ആരാധിക്കുന്നത് അന്നേ വരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവും ഭയാനകവുമായ രൂപഭാവത്തോടുകൂടി ഉടലെടുത്തത് 1000 ആനകളുടെ ബലവും മായാവതി താമസി എന്ന ശക്തിമത്തായ മന്ത്രങ്ങളും വിചിത്രമായ ബ്രഹ്മദണ്ഡ് ആയുധമാക്കിയ ദാരികനെന്ന അസുരനെ തൻ്റെ ഇടം കൈയാൽ മുടിപിടിച്ച് വലം കൈയാലെ ശിരസ്സറുത്ത് പാരും പർവ്വതവും കുലുക്കി ദാരിക ശിരസ് കയ്യിൽ അലങ്കാരമായി പിടിച്ച ശ്രീ ഭദ്രകാളി. ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റപ്പാലം, ചുനങ്ങാട്, വരോട്, വാടാനംകുറിശി ഇങ്ങനെ 2.5 അംശം ദേശങ്ങൾ പെടുന്നതാണ് ചാത്തൻകണ്ടർക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം 2.5 ഏക്കറോളം കൃഷിഭൂമി വാങ്ങി നമ്മൾ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന നെല്ല് കുത്തിയ അരിയാണ് നമ്മൾ ഭഗവതിക്ക് നേദ്യവും പായസവും കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന അരി ഉണക്കി കുത്തി നല്ല തവിട് അരിയായിട്ട് നമ്മൾ ഭക്തർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഏകദേശം 11ഓളം പശുക്കളെ, ഗോക്കളെ നമ്മൾ സംരക്ഷിച്ച് വരുന്നു. ആ പശുക്കളുടെ പാല് നമ്മൾ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഭസ്മം നമ്മുടെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന, ഇവിടുത്തെ പശുവിൻ്റെ ചാണകം ഉണക്കി ഉണ്ടാക്കുന്ന ഭസ്മം നമ്മൾ ക്ഷേത്ര കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ചില ട്രഡീഷണലായ കാര്യങ്ങൾ അതേപടി നിലനിർത്തി ക്ഷേത്രത്തിന് വേണ്ടതായ രീതിയിൽ ഒരു സ്വയം പര്യാപ്തമായ ക്ഷേത്രം എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്നുണ്ട്. വിചിത്ര ഗഡ്വാംഗധര നരമാലാ വിഭൂഷണ
ദ്വീപി ചർമ്മ പരിധാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വാലലന ഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിത ദിഗ്മുഖ സാ വേഗേനാഭിപതിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണ അഭക്ഷയത തദ്ഫലം പാർശ്വിഗ്രാഹാങ്കുശഗ്രാഹി യോധഖണ്ഡാസമന്യുതാൻ സമാദായൈകസസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. ക്ഷേത്രത്തിലെ രണ്ട് ദേവിയുടെ പ്രതിഷ്ഠകളാണുള്ളത്. താഴേക്കാവും മേലേക്കാവും നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഉപദേവന്മാരായിട്ട് നാഗങ്ങളും താഴേക്കാവിലെ നാഗങ്ങളും നവഗ്രഹങ്ങളും പ്രതിഷ്ഠയുണ്ട്. മേലേക്കാവിലെ പ്രധാന ഉപദേവൻ ഭൈരവനാണ്. ഭൈരവന് പ്രധാന വഴിപാടായിട്ട് ഗുരുതി വഴിപാടുകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും നടന്നു വരുന്നുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് ഗുരുതി വഴിപാട്. സിദ്ധിക്കും ദൃഷ്ടിദോഷങ്ങൾക്കും ശത്രുസംഹാരത്തിനും വേണ്ടി കഴിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി ഗുരുതി വഴിപാട് മേലേക്കാവിലെ ഭൈരവന് നടന്നു വരുന്നുണ്ട്. താഴേക്കാവിലെ ആയില്യത്തിന് നാഗങ്ങൾക്ക് വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ്. നവഗ്രഹങ്ങൾക്ക് മാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. ഭഗവതിക്ക് പ്രധാനം പായസം നേദ്യം തന്നെയാണ്. കഠിനപ്പായസം ആണ് പ്രധാന നേദ്യം. കഠിനപ്പായസം, പണപ്പായസം, കൂട്ടുപായസം, ഈ 3 പായസങ്ങളാണ് ഭഗവതിക്ക് പ്രധാനം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ട് പ്രധാനമായിട്ട് കഠിനപ്പായസം വഴിപാട് ചെയ്യുന്നുണ്ട്. ദിവസ പൂജകൾ, മുഴുവൻ പൂജകൾ എന്ന രീതിയിൽ 3 പൂജകൾ നടക്കുന്ന ഒരു അമ്പലമായതുകൊണ്ട് ദിവസ പൂജകളായിട്ടും പ്രധാന വഴിപാട് നടക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലെ 2 ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ, താഴേക്കാവിലെ തീയന്നൂർ മന പ്രമോദ് തിരുമേനിയാണ് മേൽശാന്തിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹം കുറച്ചു കാലം ഗുരുവായൂർ മേൽശാന്തിയായിട്ട് ക്ഷേത്രത്തിലെ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. മേലേക്കാവിൽ പാറേക്കാട്ട് മന മധുസൂദനൻ നമ്പൂതിരിയും മേലേക്കാവ് മേൽശാന്തിയായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. വടക്കോട്ട് ദർശനമേകിയിരിക്കുന്ന ഭഗവതി ക്ഷേത്രമാണ്. ഉഗ്ര രൂപിണിയാണ്. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഭഗവതി എന്ന് തന്നെ പറയാം. ചാത്തങ്കാളി മുത്തി എന്നൊരു പേര് പണ്ട് മുതൽ വിളിച്ചിരുന്നൊരു പേരാണ്. ചാത്തങ്കാളി മുത്തി എന്നാണ് പലരും വിളിക്കപ്പെടുന്നത്. വടക്കോട്ട് അനങ്ങൻമലയ്ക്ക് അഭിമുഖമായിട്ടും ചേരിക്കുന്നിന് താഴെയുമായിട്ടാണ് ഈ ക്ഷേത്രം വളരെ പ്രകൃതി രമണീയമായ ഒരു നെൽവയലുകൾക്ക് അരികിലായിട്ട് ഭഗവതി കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. വരോട് സ്കൂളിനടുത്ത് ഇറങ്ങി ഏകദേശം 800 മീറ്റർ ദൂരം റോഡ് മാർഗം വന്നാൽ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം മീനമാസത്തിലെ മകീരം നാൾക്ക് വിപുലമായ പരിപാടികളോടുകൂടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആഘോഷിച്ചു വരുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി പാലക്കാട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലോ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലോ ഇറങ്ങിയാൽ അവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. വരോട് സ്കൂളിനടുത്ത് ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം ഏകദേശം 800 മീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായിട്ടുള്ളത് കാഞ്ഞൂർ മനക്കിലെ അജിത് കെ നമ്പൂരിപ്പാട്, അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള ട്രസ്റ്റിയായിട്ട് ഉള്ളത്. ഈ ക്ഷേത്രം അടക്കം നിരവധി ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശങ്ങളുള്ള ഈ നാട്ടിലെ പഴയ ജന്മിമാരായിരുന്നു കാഞ്ഞൂർ മനയിലുള്ളവർ. അവരുടെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഈ
അംശം ദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ക്ഷേത്രം നടത്തിപ്പോരുന്നത് ക്ഷേത്രം ട്രസ്റ്റിയുടെ കീഴിലുള്ള ഭക്തജനങ്ങളുടെ കമ്മിറ്റിയാണ് ക്ഷേത്രം പരിപാലിച്ചു പോരുന്നത്. ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ക്ഷേത്രം ട്രസ്റ്റിയും ട്രസ്റ്റി കുടുംബാംഗങ്ങളും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്. ദേശത്തുള്ള ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന കമ്മിറ്റികൾ ക്ഷേത്രത്തിലെ ഉത്സവമടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ സഹകരണത്തോടു കൂടെയാണ് എല്ലാവിധ കാര്യങ്ങളും ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തി വരുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്രസങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.